ഹൈക്കോടതി നിയോഗിച്ച ഒരു അന്വേഷണ സംഘത്തിന് ഈ രീതിയിലുള്ള ഏത് ഡയറക്ഷനിൽ ഏത് ദിശയിൽ വേണം അന്വേഷണം എന്നതൊക്കെ സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ നൽകാൻ സർക്കാരിന് സാധിക്കുമോ? നമ്മുടെ സർക്കാർ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആയതുകൊണ്ട് അതൊക്കെ ചെയ്യും. അത് എത്രത്തോളം ശരിയാണെന്ന് അറിഞ്ഞുകൂടാ. അത് മാത്രമല്ല, ഞങ്ങള് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഈ അന്വേഷണം നടത്തുന്നത്, ഞങ്ങളെ നിയോഗിച്ചത് ഹൈക്കോടതിയാണ് എന്നൊരു ബോധ്യം, ഒരു ഓർമ്മ ഈ അന്വേഷണ സംഘത്തിന് ഉണ്ടായിരിക്കണം. ഇപ്പൊ ഗവൺമെന്റ് ഇങ്ങനെ നിർദ്ദേശം കൊടുത്താലും ഇല്ലെങ്കിലും സത്യം പറഞ്ഞാൽ പല രാഷ്ട്രീയ നേതാക്കളുടെ ഉള്ളിൽ ഇപ്പൊ തീയാകട്ടോ. പലരും പേടിച്ചരണ്ടിരിക്കുക. കാരണം ഇന്നത്തെ ഒരു പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോയിട്ട് ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ പേര് സൂചിപ്പിച്ചു, ചൂണ്ടിക്കാണിച്ചു എന്നാണ്. ഈ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടില് ഇത് ഏതാണ്ടൊന്ന് പറയുന്നുണ്ട്, ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട്. അതായത് ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കും ഇതിനകത്ത് പങ്കുണ്ടെന്ന്. പക്ഷെ ആരുടെയും പേര് പറയുന്നില്ല. അത് പറയാൻ പറ്റത്തില്ലല്ലോ. ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാരാണല്ലോ ഈ ദേവസ്വം വിജിലൻസ് എന്നും പറയുന്നത്. അവര് പാർട്ടിയുമായി ബന്ധമുള്ള അല്ലെങ്കിൽ പാർട്ടി നേതാക്കളായ ആളുകളുടെ പേരൊന്നും പറയാന് അവർ ധൈര്യപ്പെടത്തില്ല. പക്ഷെ അന്വേഷണ സംഘം അങ്ങനെ ചെയ്താൽ സംഗതി മാറും, കളി മാറും. വിജിലൻസിന്റെ റിപ്പോർട്ട് പോലൊന്നുമല്ല. അതെങ്ങനെയെങ്കിലും തടയാനാണ് ഗവൺമെന്റ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ഈ റിപ്പോർട്ടുകളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്.